ജൂൺ 21 ഞാങ്ങണകളാകണോ നമ്മൾ? അമേരിക്കൻ പത്രപ്രവർത്തകനായ സിഡ്നി ഹാരിസ് എഴുതിയിട്ടുള്ള ഒരു അനുഭവ കഥ. ഒരിക്കൽ ഹാരിസ് തന്റെ ഒരു സുഹൃത്തും ഒരുമിച്ച് പത്രം വാങ്ങുവാൻ പോയി. ന്യൂസ് സ്റ്റാൻഡിൽ പത്രം വാങ്ങുവാനെത്തിയ അവർക്ക് അത്ര ഹൃദ്യമായ സ്വീകരണമല്ല ലഭിച്ചത്. ഹാരിസിന്റെ സുഹൃത്ത് ഒരു പുഞ്ചിരിയോടെ പത്രം വിൽക്കുന്നയാളിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. പക്ഷേ സൗഹൃദപൂർവ്വം തിരികെ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം അയാൾ എന്തോ പിറുപിറുക്കുകയും ദേഷ്യപ്പെടുകയുമാണ് ചെയ്തത്. എങ്കിലും പത്രം വാങ്ങി മടങ്ങുമ്പോൾ ഹാരിസിന്റെ സുഹൃത്ത് പത്രവിൽപ്പനക്കാരന് നന്ദി പറയുകയും ആ ദിവസം സന്തോഷപൂർണമായി തീരട്ടെ, ഹാവ് എ നൈസ് ഡേ എന്ന് ആശംസിക്കുകയും ചെയ്തു. ഹാരിസും സുഹൃത്തും തിരികെ നടക്കുമ്പോൾ ഹാരിസ് ചോദിച്ചു, അയാൾ എപ്പോഴും ഇങ്ങനെയാണോ പെരുമാറുന്നത്? അതെ, അയാളുടെ രീതി അതാണ്, സുഹൃത്ത് മറുപടി പറഞ്ഞു. പക്ഷേ നിങ്ങൾ എപ്പോഴും അയാളോട് സ്നേഹപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നു അല്ലേ? അതെ, അങ്ങനെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾ ഇത്ര പരുക്കനായി പെരുമാറിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അയാളോട് സൗഹൃദപൂർവ്വം പെരുമാറുന്നത്? ഞാൻ എന്തു ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാൻ അയാളെ ഞാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പ്രസിദ്ധ ഗ്രന്ഥകാരനായ ജോൺ പവൽ ഈ സംഭവം പകർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഹാരിസിന്റെ സുഹൃത്തിനെ പോലെ പെരുമാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തിരമാലകളുടെ താളത്തിനൊത്ത് തുള്ളുന്ന കളിവഞ്ചികൾ പോലെയാണ് ഭൂരിപക്ഷം ആളുകളും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പവൽ പറഞ്ഞത് എത്ര ശരിയാണ്. കാറ്റത്താടുന്ന ഞാങ്ങണ പോലെയാണ് പലപ്പോഴും നമ്മൾ. എന്തിനോടും ഏതിനോടും നാം അറിയാതെ പ്രതികരിച്ചു പോകുന്നു. മറ്റുള്ളവരുടെ നിസ്സാരമായ പെരുമാറ്റ വൈകല്യങ്ങൾ പോലും നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഒരാൾ നമുക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് ക്ഷോഭമായി. പിന്നെ നാം ചിന്തിക്കുന്നതും പറയുന്നതും എന്തെന്ന് നമുക്ക് തന്നെ അറിയാൻ വയ്യാതാവുന്നു. ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവ മൂന്നും നാം ബോധപൂർവം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തികളോടും സംഭവങ്ങളോടുമൊക്കെ ചിന്ത, വാക്ക്, പ്രവൃത്തി തലങ്ങളിൽ നാം പ്രതികരിക്കുന്നത് ബോധപൂർവവും ബുദ്ധിപൂർവവുമായിരിക്കണം. അല്ലാതെ വന്നാൽ അനിയന്ത്രിതമായ വികാര വിക്ഷോഭങ്ങളുടെ അടിമകളായി നാം മാറും. വ്യക്തികളോടും സംഭവങ്ങളോടും സാഹചര്യങ്ങളോടുമൊക്കെ പക്വമായി പ്രതികരിക്കാൻ നാം പഠിക്കണം. നമ്മുടെ പ്രതികരണം, റെസ്പോൺസ്, വെറും പ്രതിപ്രവർത്തനം, റിയാക്ഷൻ ആയി മാറാൻ നാം അനുവദിക്കരുത്. നാം ആരാണെന്ന് യഥാർത്ഥ ആത്മാവബോധത്തോടെ നമ്മൾ പ്രതികരിക്കുമ്പോൾ അവഗണിക്കേണ്ടവയെ അവഗണിക്കുവാനും പ്രതിഷേധിക്കേണ്ടിടത്ത് മാത്രം പ്രതിഷേധിക്കാനും നമുക്ക് കഴിയും. മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയും തന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കരുതെന്ന് ഹാരിസിന്റെ സുഹൃത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രവിൽപ്പനക്കാരൻ ദുർമുഖം കാണിച്ചപ്പോഴും അദ്ദേഹം പുഞ്ചിരി തൂകി ശുഭദിനം ആശംസിച്ചത്. അമേരിക്കയിലെ ഉരുക്കു നിർമ്മാണ രംഗത്തെ അതികായന്മാരിൽ ഒരാളായിരുന്നു ചാൾസ് സ്ക്വാബ്. അദ്ദേഹം പറഞ്ഞ ഒരു കഥ ഡെയിൽ കാർനെഗി തന്റെ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. സ്കാബിന്റെ സ്റ്റീൽ മില്ലിൽ പ്രവർത്തിച്ചിരുന്ന ഒരു തൊഴിലാളിയെ ഒരിക്കൽ സഹപ്രവർത്തകർ എടുത്ത് ചെളിയിലെറിഞ്ഞു. അതിന്റെ കാരണം എന്തെന്ന് സ്ക്വാബ് അന്വേഷിച്ചപ്പോൾ അയാൾ കൊടുത്ത മറുപടി രസാവഹമായിരുന്നു. ആ തൊഴിലാളിയെ സഹപ്രവർത്തകർ ഏതോ കാര്യത്തിന് നിശിതമായി വിമർശിച്ചപ്പോൾ അയാൾ വെറുതെ ചിരിക്കുകയാണ് ചെയ്തത്. അയാളുടെ ചിരി സഹപ്രവർത്തകരെ കലി പിടിപ്പിച്ചു. അങ്ങനെയാണ് ആ തൊഴിലാളി ചെളിയിലേക്ക് എറിയപ്പെട്ടത്. പക്ഷേ ചെളിയിൽ നിന്ന് കയറി വന്ന അയാൾ വീണ്ടും ചിരിച്ചതേയുള്ളൂ. തന്റെ സഹപ്രവർത്തകരുടെ അന്യായമായ വിമർശനത്തിന് ചുട്ട മറുപടി കൊടുക്കുവാൻ അയാൾക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലായിരുന്നു. വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾക്കനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന അവരോട് വാദിച്ചിട്ട് കാര്യമില്ലെന്നറിയാനുള്ള ബുദ്ധി ആ തൊഴിലാളിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ മയമായി തന്നെ അവരോട് പ്രതികരിച്ചത്. പ്രതികരിക്കേണ്ടിടത്ത് നാം പ്രതികരിക്കണം, പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കണം, അനീതിക്കും അന്യായത്തിനുമെതിരെ ശബ്ദമുയർത്തണം. പക്ഷേ മറ്റുള്ളവരുടെ ചിന്തയും വാക്കും പ്രവൃത്തിയുമായിരിക്കരുത് നമ്മുടെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും നിയന്ത്രിക്കുന്നത്. അവയെ നമുക്ക് തന്നെ നിയന്ത്രിക്കാം, ബോധപൂർവം, വിവേകപൂർവം. വെളിച്ചം വിതറിയ വഴികൾ.